അജിത് കുമാറിനെ പറപ്പിക്കാൻ ആഫ്രിക്കയിൽ നിന്നും അൻവർ പറന്നെത്തും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതായിരുന്നു ചർച്ചക്കിടയിൽ. അൻവറിനെ കുറിച്ച് യാതൊരു വിവരമില്ല. ഇത്രയും സംഭവം നടന്ന് അജിത് കുമാർ സസ്പെൻഡ്, അൻവർക്ക് എവിടെ പോയിരിക്കുന്നു നമ്മളെല്ലാം ചോദിക്കുകയും ചെയ്തത്. ഒരു കാലത്ത് തോളിൽ കൈയിട്ടിട്ട് ഒരു കുഴിയിൽ ചാകാൻ നടന്ന ആൾക്കാരാണ് മുൻ ജഡ്ജി, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അൻവറിക്ക, അതുകൊണ്ട് അൻവറിക്ക പറന്ന് എത്തുകയാണ്. അപ്പോൾ അത് നക്ഷത്രങ്ങൾക്കിടയിൽ കൂടി കൂട്ടിയാലും നീ എത്രത്തോളം ഉയരത്തിൽ പറന്നാലും നിന്നെ ഞാൻ താഴെ ഇറക്കിയിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് മറുനാടൻ മലയാളിയിലായിരുന്നു പുള്ളി ആദ്യം പ്രയോഗിച്ചത്. പക്ഷേ പുള്ളിക്ക് നക്ഷത്രത്തിലും കയറാൻ പറ്റിയില്ല, ഉയർന്ന് പറക്കാനും കഴിഞ്ഞില്ല, താഴെ ഇറക്കാനും പറ്റിയില്ല. പുള്ളി കൊണ്ട് എല്ലാ പിടിയെല്ലാം വിട്ട് ഉണ്ടായിരുന്ന MLA സ്ഥാനവും പോയി, നാട്ടിലുണ്ടായിരുന്ന വിലയും പോയി, മൊത്തവും പോയി. ഒരു തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി നാടുകര കയറിപ്പോയി, ഒരു അനക്കവും ഇല്ലാതായി പോയി. ഇദ്ദേഹം വീണ്ടും ആ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടാനുള്ള സാധനവും പൊക്കിക്കൊണ്ട് അടുത്ത ഫ്ലൈറ്റിന് അമേരിക്കയിൽ ജപ്പാൻ മേഘങ്ങളെയും കൊണ്ട് വരുന്നു. ഉടൻ ഇവിടെ എത്തിച്ചേരും. ഉള്ളിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അജിത് കുമാറിനെ ഡിസ്മിസ് ചെയ്യും. അത് ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നവർ പിന്നെ തെറ്റിയാലുണ്ടല്ലോ അവർ ബദ്ധശത്രുക്കളായിരിക്കും. അതാണ് സംഭവിച്ചത്. ഇവരൊക്കെ ചങ്ങായിമാരായിരുന്നു എല്ലാവരും. അൻവറിന്റെ ദേഷ്യം എന്തായിരുന്നു, ഷാജൻസ്കറിയെ ഇറക്കിയില്ലെന്നുള്ളത്. ഇപ്പൊ ഷായസ്കറിയെ പുള്ളിക്ക് ഇറക്കണ്ട. ഷായസ്കറിയെ എത്ര വീഡിയോ വേണേ ചെയ്തോ, ഷായസ്കറിയെ ആരെ കുറിച്ച് വേണേ പറഞ്ഞു. പക്ഷേ ഞാൻ അജിത് കുമാറിനെയാണ്, എനിക്ക് അജിത് കുമാറിനാണ്, അജിത്തിനെ ഞാൻ ഇറക്കും. അജിത്തിനോട് ഏറ്റുമുട്ടിയിട്ടാണ് നടക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നത്. ഷാജൻസ്കറിയെ കയറിയ സത്യാഗ്രഹം ഇരുന്ന് ഓർക്കുന്നു. വലിയ ബാനറൊക്കെ വലിച്ചു കെട്ടി മലപ്പുറത്തായിരുന്നു. അവിടെ വന്നിട്ട് പോലീസ് ക്വാർട്ടേഴ്സിന് മുമ്പിൽ, അല്ല ആസ്ഥാനത്തിന് മുമ്പിൽ എങ്ങാണ്ട് വന്നാണ്, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. എന്താണെങ്കിലും അൻവർ ഇറങ്ങുകയാണ്. അൻവർ ഇറങ്ങുന്നതിനൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. അൻവർ ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. അൻവറിന്റെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് വരും എന്നുള്ളതല്ലാതെ അതിന് നേരത്തെ അൻവറിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരും അല്ലാത്തവരും അൻവറിനെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുകഴ്ത്തും. നേരത്തെ അൻവറിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന CPM-കാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനടി തെറി പറയാനായിട്ട് വരികയും ചെയ്യും. അതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ അജിത് കുമാർ നക്ഷത്രങ്ങൾക്കിടെ കൂട്ടിയിട്ടുണ്ട്, അയാൾ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അൻവറിനെ കൊണ്ടൊരു പുല്ലും ചെയ്യാനും സാധിക്കില്ല. പക്ഷേ പണി അല്ലാതെ വരുന്നുണ്ട്. അത് അൻവർ ഈ വാലിട്ട് അനക്കുന്നതുകൊണ്ടല്ല. ഇത് എന്താ നമ്മുടെ നാട്ടിലൊരു കിളിയെക്കുറിച്ച് പറയും, നമ്മൾ വാലിട്ട് അനക്കുമ്പോൾ ഈ ലോകം മുഴുവൻ എന്താ അതിന് കുണ്ടികുലുക്കി പക്ഷി നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ അവിടെ നിന്ന് കുലുക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ യഥാർത്ഥ പണി വരുന്നുണ്ട്. P. വിജയനെ കള്ളക്കേസിൽ കുടുക്കിയതിനുള്ള പണിയാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. വകുപ്പ് തല അന്വേഷണം വരുന്നു, ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണങ്ങൾ വരുന്നു. വിജയനെതിരെ ഇയാൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ച അബ്ദുൾ റഹീം പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് തിരിച്ച് പറയുന്നുണ്ട് ഈ അജിത്താണ് ജയിച്ചെന്നുള്ളത്. അജിത്ത് വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. അജിത്ത് വിളിച്ചു, ആകെപ്പാടെ വിളിച്ചത് അജിത്ത് മാത്രമാണ്, വേറെ ആരും വിളിച്ചിട്ടില്ല. അപ്പം ഈ തീവ്രവാദ ബന്ധം ആരോപിച്ച് ആണ് ഇദ്ദേഹത്തെ രാജ്യദ്രോഹി മുദ്ര കുത്തിയാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ്. പ്രധാനമന്ത്രി അഭിനന്ദിച്ച പേരെടുത്ത് പറഞ്ഞ ആളാവുമ്പോൾ അയാൾ രാജ്യദ്രോഹിയാക്കിയില്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരില്ല. MR അജിത് കുമാറിന് പുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇയാൾക്ക് കളിച്ചത്. അത് പുണ്യം പൂങ്കാവനം പദ്ധതി ചെയ്ത എല്ലാ കാര്യവും സർക്കാർ അംഗീകരിച്ചു. അത് മാത്രമല്ല, ഇന്നിപ്പോ ഹൈക്കോടതി അതിന് അനുവാദം കൊടുത്തു. അതായത് പുണ്യം പൂങ്കാവനം പദ്ധതി ഇല്ലാതാക്കിയത് അജിത്താണ്. അജിത്തായിരുന്നു അന്ന് എന്ത് തീരുമാനിക്കുന്നത്, ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ എന്ത് ചെയ്യണമെന്ന് അജിത്ത് തീരുമാനിച്ചു. സൂപ്പർ DGP മാത്രമല്ല, സൂപ്പർ മുഖ്യമന്ത്രി കൂടിയാണ്, ഉപമുഖ്യമന്ത്രി. ഈ കേരളത്തിൽ എന്ത് നടക്കണമെന്ന് അജിത്ത് തീരുമാനിക്കും. അജിത്ത് നടപ്പാക്കിയ ശേഷം പിണറായി വിജയനോട് ഇന്ന് പറയത്തേ ഉള്ളൂ, സഖാവേ ഞാൻ അതങ്ങ് നടപ്പാക്കി. പിണറായി വിജയൻ ഓക്കെ എന്ന് പറയുള്ളൂ, തഥാസ്തു എന്ന് പറയും. പിണറായി വിജയനോടല്ല പറയുന്നത്, അവിടെ അടുക്കളയിലാണ്. കൊച്ചമ്മ ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന MR അജിത് കുമാറിനെതിരെ അടുത്ത നീക്കം ഇദ്ദേഹത്തിൻ്റെതാണ്. P. വിജയൻ നൽകിയ പരാതി കോഴിക്കോട് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി. ആ പരാതി അവിടെ കിടപ്പുണ്ട്. ആ പരാതി റീഓപ്പൺ ചെയ്യാൻ പോകണം ഇയാൾക്കെതിരെയുള്ള പരാതി. അതായത് P. വിജയനെ കള്ളക്കേസിൽ കുടുക്കിയെന്നും P. വിജയനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അതിൽ അവരുടെ ഫോണ് അവരുടെ ഉപകരണങ്ങൾ എല്ലാം പിടിച്ചെടുത്തു. കാരണം ഇവിടെ ഈ കേരളത്തിൽ ഇത്തരം പിടിച്ചെടുക്കലുകൾക്ക് തുടക്കം കുറിച്ചത് ഇയാളാണ്. ഇയാളുടെ ഫോൺ എടുത്തു. അത് അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാതൃഭൂമിയുടെ ഈ ഗാഡ്ജറ്റ്സുകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി ലേഖൻ്റെ ഫോണൊക്കെ കൊണ്ടുപോയി. ഒരനക്കവും മാതൃഭൂമിയുടെ ഭാഗത്തുനിന്ന് അന്ന് ഉണ്ടായില്ല. പിന്നീടാണ് അത് കഴിയുമ്പോഴാണ് നമ്മളുടെ ഫോൺ പിടിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കോടതിയെ സമീപിക്കുന്നത്. ഞാൻ ഹൈക്കോടതിയെ സമീപിച്ച ആദ്യം നമ്മൾ പിന്നെ ഹർജി കൊടുത്ത് തൊട്ട ആഴ്ച തന്നെ കടുത്ത പരാമർശം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നടത്തി. അതിന് പിന്നാലെയാണ് മാതൃഭൂമിക്ക്
എന്നിട്ടും അവർക്ക് ഫോണൊന്നും വിട്ടുകൊടുത്തില്ല. ഇല്ല അവർക്ക് ഫോൺ വിട്ടുകൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ അറിയാം. അന്ന് എന്തായാലും അത് വിട്ടുകൊടുത്തിട്ടില്ല. അവർ സാധനങ്ങളും അന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം ഇവരതിനെ ഏത് വിധത്തിലും എതിർക്കാൻ ശ്രമിക്കും. അജിത്ത് ആഞ്ഞു പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കേസിൽ ഫോൺ തരാതിരിക്കാൻ അജിത്തിൻ്റെ നേതൃത്വത്തിൽ കളിക്കാവുന്ന കളി പരമാവധി കളിച്ചു. പല കളികൾ കളിച്ചു. കേസുകൾ പലതവണ മാറ്റിവെപ്പിച്ചു. പല രീതിയിൽ കളിച്ചു. ഇവർ സത്യവാങ്മൂലം എല്ലാം കൊടുത്തു. പക്ഷേ ഇവർക്ക് കൊടുക്കുമ്പോൾ പറയാൻ എന്താണെന്നറിയോ? പറയാൻ ഒരു ഗ്രൗണ്ടില്ല. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അമേരിക്കയിലെ നിയമം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് എന്ത് ഗ്രൗണ്ടിൽ നിങ്ങൾ പിടിച്ചു എന്നാണ് ചോദ്യം. അത്ര കോടതി ഇവിടെ ഉണ്ടല്ലോ. യുവമാരല്ലല്ലോ വലുത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി. ഒന്നും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങി ഒരുത്തൻ്റെ ഫോൺ എന്ത് ഗ്രൗണ്ടിലാണ് നിങ്ങൾ പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗ്രൗണ്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് അറിയാം, ഈ പറയുന്ന ആളും ഷാജനുമായിട്ടൊരു കേസിൽ പ്രതിയാണ്. അപ്പോൾ ഉടനെ കോടതി ചോദിച്ചു, അതിനെന്ത്? അതിന് അയാളുടെ ഫോൺ എന്തിനാ പിടിക്കുന്നത്? ഇപ്പൊ ആരും ഫോൺ പിടിക്കാറില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കേസുകളിൽ അതിനുശേഷമാണ് ഫോൺ പിടുത്തം നിന്നത്. ഫോൺ പിടിക്കുന്നതിന് ഒരു നല്ല ഒരു നിർവചനം അന്ന് ഇദ്ദേഹം കൊടുത്തു. ആരാ? ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ. അനാവശ്യമായി ഒരാളുടെയും ഫോൺ പിടിക്കാൻ പാടില്ല. അതിൽ ക്രിമിനൽ കേസ് പ്രതി ആണെങ്കിൽ പോലും അയാളുടെ അനുവാദത്തോടു കൂടിയ ഫോൺ പിടിക്കാൻ പാടുള്ളൂ. അല്ലെ അത്ര ഭീകരമായിട്ടുള്ള വ്യവസ്ഥകൾ, രാജ്യദ്രോഹം, അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങൾ, രാജ്യത്തിനുള്ള പ്രവർത്തനങ്ങൾ, തീവ്രവാദ ആക്രമണത്തിനുള്ള ഗൂഢാലോചന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇത് പിടിക്കാം. പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകന്റെ ഫോൺ ഒരു കാരണവശാലും പിടിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ സംരക്ഷിക്കണം. അതേസമയം അവർ കുറ്റകൃത്യം കാണിച്ചാലും കുഴപ്പമില്ല. ഇത് കുറ്റകൃത്യത്തിൽ പെടാത്ത ഒരുത്തൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് എന്താ അവകാശം ചോദിച്ചു. അതിപ്പോൾ ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ദേശാമാന്യ കാലലേഖന ഫോൺ പിടിച്ചുള്ള അവസ്ഥ വൈകുന്നേരത്തിന് വഴിയിലെത്തിയ സാംസ്കാരിക നായികളെല്ലാം കൂടെ ഇറങ്ങും. അല്ല, അപ്പോഴത്തേക്ക് ഇവിടുത്തെ യൂണിയനുകാരും പത്രപ്രവർത്തക യൂണിയനും അവരും എല്ലാം ഇറങ്ങും. നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരും ഇല്ലായിരുന്നു. അവിടെയാണ് അതിനകത്ത് ഒരു വ്യത്യാസം. അവിടെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എനിക്കപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ്റെ പത്തനംതിട്ട ഘടകം ഉണ്ടായിരുന്നു. അല്ല, സംസ്ഥാന കമ്മിറ്റി ഒന്നും നമുക്കൊപ്പം നിന്നില്ല. അവർ നമുക്കെതിരെയാണ് നിന്നത്. ഇയാളുടെ ഫോൺ കൊണ്ടുപോകേണ്ടതാണെന്നുള്ളൊരു നിലപാടില്ല അന്നത്തെ സംസ്ഥാന കമ്മിറ്റി നിന്നത്. ഞാൻ ഇവരെ ആരെയും സഹായം തേടിയൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പോയി, കോടതിയിൽ പോയി നമ്മൾ ഇതെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും ഇവിടുത്തെ പത്രപ്രവർത്തക യൂണിയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും. അത് സത്യത്തിൽ അത് പത്രപ്രവർത്തക യൂണിയൻ്റെ ചരിത്രത്തിൽ ഇവരെന്തായാലും ഒന്നും ചെയ്യുന്നില്ല. ഈ പത്രപ്രവർത്തക യൂണിയൻ എന്ന പേരല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അത് മനസ്സിലായില്ലേ? അതിനകത്ത് അങ്ങനെ ഉള്ള നമ്മൾക്ക് ഒരാൾ പോയി അതിനകത്തൊരു വിജയം നേടി വരുമ്പോൾ അയാളെ അഭിനന്ദിക്കേണ്ടതിന് ഒരു അയാളെ കുറ്റപ്പെടുത്താനാണ് ഇവരെല്ലാം ശ്രമിച്ചത്. അത് നമുക്ക് വിഷയമൊന്നുമല്ല. നമ്മൾ യൂണിയനെ നോക്കിയില്ല. എനിക്കറിയാം എൻ്റെ കാര്യം നടത്തണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം, അങ്ങനെ പോയുള്ളൂ. അതേപോലെയാണ് ഇപ്പോൾ ഈ പറയുന്ന പി വിജയൻ്റെ കാര്യം. പി വിജയൻ കോടതിയെ സമീപിക്കും, അല്ല പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധിക്കും. അദ്ദേഹം അന്വേഷിക്കുന്നില്ലല്ലോ, അന്വേഷിച്ച് തെറ്റോ അദ്ദേഹത്തിന് അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. DGPക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. അദ്ദേഹം DGPക്ക് പരാതി കൊടുക്കാം, DGPക്ക് അന്വേഷണം ഉത്തരവിടാം. അതിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇടപെടേണ്ട. ഈ അന്വേഷണം നിഷ്പക്ഷമായിട്ട് നടക്കട്ടെ. നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന റഹീം എന്ന് പറയുന്ന DYSP അബ്ദുൾ റഹീം ആ കേസ് അന്വേഷിച്ച അദ്ദേഹം ഓൾറെഡി മൊഴി കൊടുത്തു കഴിഞ്ഞു. ഓൾറെഡി അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞു, ഞാനിനി ജഡ്ജിയുടെ മുമ്പിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാണ്. ഇതിന് പിന്നിൽ ഇടപെട്ട് ഈ കേസിൽ വിജയനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് ഈ പറയുന്ന അജിത് കുമാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, അത് നല്ല കാര്യം. എന്തായാലും അജിത് കുമാർ ഇക്കണക്കിന് പെൻഷൻ വാങ്ങിക്കുമെന്ന് സംശയമാണ്. ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാൻ വീണ്ടും അനുമതി കിട്ടി. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഇതെല്ലാം കൂടെ ഇയാൾ എങ്ങനെ താങ്ങും? അല്ല, മനസ്സ് ഇതാണല്ലോ. നമ്മൾ സാധാരണ നമ്മൾ നമ്മളെ പോലെ സാധാരണ മനുഷ്യനെ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇവർക്കൊക്കെ താങ്ങാൻ പറ്റും. കാര്യം ഇത്രയും രാവിലെ എണീക്കത്തോട്ട് കിടക്കുന്ന നേരം വരെ മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ള ഓരോ വിദ്യകൾ ആലോചിച്ച് പ്ലാൻ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് ആർക്കൊന്നും പ്രശ്നമാവില്ല. പിന്നെ കുടുംബാംഗങ്ങൾക്ക് വിഷമം കാണുമായിരിക്കും, സ്വാഭാവികം. അത്രയേ ഉള്ളൂ. കാര്യം പണിയില്ലാതെ വീട്ടിൽ നിന്ന് ഇരിക്കുകയാണല്ലോ. ഇങ്ങനെ വെറുതെ ഇവരാൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം തോന്നും. അത്രയേ ഉള്ളൂ. എന്തായാലും ചെയ്തതിനൊക്കെ തിരിച്ചടി പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ ഒട്ടം കൊടുക്കുക ഓൺ ദ സ്പോട്ടിലാണ്. കലികാലമല്ലേ, കലിയുഗ വരദനല്ലേ അദ്ദേഹം, കലികാലത്തല്ലേ, നിഗ്രഹമാണ്, അപ്പം തന്നെ കൊടുത്തു. അതാണ്. അതേതായാലും അജിത്തിന് കിട്ടിയിട്ടുണ്ട്. കലിയുഗ വരദൻ്റെ അനുഗ്രഹം ലഭിച്ചു. ഇനി രക്ഷപ്പെടട്ടെ. ഡിസ്മിസ് ആകുന്നെങ്കിൽ ഡിസ്മിസ് ആകട്ടെ. അൻവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിൽ അദ്ദേഹവും ചെയ്യട്ടെ, അല്ലേ? അത്രേ ഉള്ളൂ.